പഴനി മലയാണ് കാണുന്നത്, മുരുകൻ കോവിലാണത്. വഴി എങ്ങനെയാണെന്ന് അറിയില്ല, ആ ഭാഗത്ത് കൂടെ എവിടെയാണെന്ന് തോന്നുന്നു. ഒത്തിരി ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് വഴിയുണ്ട്, അതിലുണ്ട് പുറത്തുകൂടെയുണ്ട്, വേറെ റോഡ് വരും. ഓഹോ, ഇത് കൊടൈക്കനാൽ റോഡ് തന്നെ സീതാ 2 കിലോമീറ്റർ പോയിട്ട് ലെഫ്റ്റ് പോകണം കൊടൈക്കനാൽ. എനക്കൊരു ഇത് തണുത്തേതാ അവർക്ക് തണ്ണി ഇരിക്ക തണുത്തേ ആ കുളിക്കില്ല ഇല്ലല്ലേ. ഇതാ പാലക്കാട് ഹൈവേ അല്ലേ? പൊള്ളാച്ചി പോയിട്ടാ ഞാൻ പാലക്കാടിൽ ഇതാ വന്ന്. சரிங்க போட்டே நான் இன்னைக்கு ஒரு நாளைக்கு வரும்போது அதை பார்க்கலாம். അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ കൊടൈക്കനാലിലെത്തും. നമ്മൾ വളഞ്ഞ് വെറുതെ മുക്കൊടിച്ചു. അത് സാറില്ല, അങ്ങനെ അതുകൊണ്ടാണല്ലോ നമുക്ക് നേരത്തെ അവരെ പരിചയപ്പെടാനൊക്കെ പറ്റിയത് അല്ലേ, അന്നദാതാക്കളെ. കൊടൈക്കനാൽ 65 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാൽ കേട്ടോ. പ്രിയപ്പെട്ടവരെ, വെൽക്കം ബാക്ക് EPF ബ്ലോഗിലേക്ക്. പ്രിയപ്പെട്ടവരെ, കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുമ്പോക്കിൽ തമിഴ്നാടിൻ്റെ പ്രത്യേകതകളിലൊന്നാണല്ലോ ഈ പുളിമരങ്ങൾ. റോഡ് സൈഡിലുള്ള പുളിമരങ്ങൾ അതിമനോഹരമായി ഇങ്ങനെ തണലേകി പച്ചച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കൊടൈക്കനാലിലേക്ക് മല കയറാം. അതിനൊരു നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിന്നുവാ. കൊടൈക്കനാലിൻ്റെ തുടക്കം, അങ്ങനെ മല കയറി തുടങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയത്
സൂപ്പറല്ലേ? ഇതൊക്കെ ഒരു പാലമുണ്ട്, ചെറുതായിട്ടിങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. മലയിൽ നിന്ന് വരുന്ന വെള്ളം തോന്നുന്നു. കുറേ ആടുകൾ മേയുണ്ട്, ആടും പശുവൊക്കെ ഈ മലയുടെ അടിവാരത്ത്. തിരക്കാണ്. മസാല ദോശ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ഒന്നും കാണാനുമില്ല, അടിച്ചു കൂട്ടി. നമ്മൾ മലയേറാൻ പോകുന്നു. കൊടൈക്കനാൽ മലയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വെൽക്കം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഒന്നും ചോദിക്കാൻ പറയൊന്നുമില്ല. നേരെ നമ്മളങ്ങോട്ട് പോകും. എത്ര എയർ ബാഗ് നിന്നത് എനിക്കറിയില്ല. ഏകദേശം തണുത്ത് തുടങ്ങിയിട്ടോ. മല കയറണം. അങ്ങനെ അടിപൊളി അല്ലേ? തെങ്ങും തോപ്പുകളൊക്കെ കാണുന്നു. മലമേട് തെങ്ങും തോപ്പുകളൊക്കെ അടിപൊളി. കയറാം. ആഹാ, എല്ലാവരും ഇങ്ങനെ ആ വണ്ടി എന്തോ ടയർ പഞ്ചറായി തോന്നുന്നു. അതാണ് എല്ലാവരും കൂടെ ഇറങ്ങി ടയറൊക്കെ മാറ്റാം. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആളുകൾ പോവാ. അതേ റൂം എടുക്കണം. എന്താ കൊടൈക്കനാലിലെ പുള്ള യാത്രയിൽ ഞാൻ വലിയ ഒക്കെയാണ്. ഒക്കെ
കൊക്കോ 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 കൊക്കോ. അയ്യോ സൂപ്പർ. എത്ര മനോഹരമായ കാഴ്ച അല്ലേ. പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് അവനത്. നിങ്ങളുടെ കൈകടത്തൽ കൊണ്ടാണ് ചില സമയങ്ങളിലൊക്കെ അവൻ നമ്മുടെ പ്രകൃതി ദുരന്തമായി നമ്മളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ കൈകടത്തലുകൾ കൊണ്ടാട്ടോ. ആ മണ്ണും മരവും ഒക്കെ മണ്ണും വെള്ള കരിക്കല്ലൊക്കെ വെട്ടിയെടുത്ത് അങ്ങനെ പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലായി കഴിയുമ്പോഴാണ് കാര്യമായിട്ട് നമ്മൾ ശരിക്ക് പണി തരുന്നത് നമുക്കപ്പോഴാണ്. അതല്ല, നമ്മൾ അതിനോട് ഇണങ്ങിച്ചേർന്ന്, ആ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയിലൊരു ജീവിയായി അതിനോട് ഒട്ടിച്ചേർന്ന് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് സുന്ദരമായിരിക്കും അല്ലേ നമ്മുടെ ലൈഫും അവരുടെ ലൈഫും. മനുഷ്യൻ്റെ അത്യാഗ്രഹം തന്നെ, നമ്മുടെയൊക്കെ അത്യാഗ്രഹങ്ങൾ തന്നെ. ചെറിയ കാലത്തിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നു, എന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. സമ്പത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ എന്തൊക്കെ കുരുത്തക്കേടുകളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അതിൻ്റെ പരിണത ഫലം നമ്മൾ അനുഭവിക്കുന്ന കൂടി ഉണ്ടല്ലോ. അതല്ലേ നേരത്തെ പറഞ്ഞത്. പ്രകൃതിയെ അതിൻ്റേതായ വഴിക്ക് കൃത്യതയോടുകൂടെ വെച്ച് വെച്ചാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. പൂർവികരൊക്കെ അങ്ങനെ തന്നെ ജീവിച്ചു പോയില്ല. ഈ ആധുനിക കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങളിലേറെയും പ്രകൃതിക്ക് ദോഷം വരുന്ന രീതിയിലുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യവും. എന്ത് ചെയ്യാൻ. അങ്ങനെ നമ്മളിതാ അവോയ്ഡ് പ്ലാസ്റ്റിക് എന്നൊക്കെ എഴുതി അവിടെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പാടില്ല എന്നൊക്കെ. എന്നിട്ടും ഇട്ടിരിക്കുന്നുണ്ടായി റോഡ് സൈഡിലൊക്കെ ഒത്തിരി പ്ലാസ്റ്റിക്കുകളൊക്കെ കാണും. കുപ്പികൾ വലിച്ചെറിഞ്ഞ ലക്ഷ്യമായി വലിച്ചെറിയുന്നവരാണ്. വാഹനത്തിൽ പോകുമ്പോൾ വലിച്ചെറിയുന്നതാണ് ഇത് കൂടുതൽ. അത് കൂടെയുള്ളവർക്കോ വലിച്ചെറിയുന്നവർക്കോ ഒക്കെ ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും അവരത് ചെയ്യില്ല. നമ്മൾക്ക് തന്നെ ദ്രോഹം ഉണ്ടാക്കി വെക്കല്ലേ. അങ്ങനെ നമ്മളിതാ ഇത് എത്രാമത്തെ ഹെയർബെൻഡാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലത്തും നമ്മൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് എന്തോടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് അറിയില്ല, ഒന്ന് നോക്കിയില്ല, ഒന്ന് അടുക്കൽ നോക്കാം കേട്ടോ. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതറിയാൻ പറ്റും. അടുത്തുണ്ടോ നോക്കട്ടെ. ഇത് 6 അവിടെ പോയിട്ട് നമുക്ക് റൂമൊക്കെ റെഡിയാക്കണം. ഞാനൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നറിയില്ല. ബോട്ടിൽ ചെന്ന് ചോദിക്കുമ്പോൾ തപ്പി വയ്ക്കാതിരുന്നാൽ മതി. വലിയ എഞ്ചിൻ ചൂടായോന്നറിയില്ല. കാലത്തോടെ പ്രവർത്തിക്കുന്നതാണ്. റെസ്റ്റുണ്ട്, പല സ്ഥലത്ത് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കൊടൈക്കനാലിൽ ആന ഇറങ്ങാറുണ്ട്. അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടത്, എനിക്കറിയില്ലായിരുന്നു. ആന ഉണ്ടോ ഇവിടെ ഈ കാട്ടിൽ? ഇവിടെ നിന്ന് കാണാൻ അടിപൊളി കേട്ടോ. എന്താ ഇവിടെ നിൽക്കാൻ പാടില്ല, അതോ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കാൻ പാടില്ല. കൊടൈക്കനാലിൽ 46 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അവിടെ അടുത്തൊന്നല്ല സംഭവം, കുറേ പോണേല്. മോനെ ഗോപ്രോയുടെ ബാറ്ററി ഏകദേശം തീരാമായി തോന്നി. അതിപ്പോൾ നിന്ന് പോകും. സാരമല്ല. ഇപ്പോൾ ആളെ ഇതേപോലെ ഇറങ്ങണ്ടേ. അവിടെ നിങ്ങളുടെ കൊടി വെച്ച കാറൊക്കെയാണ് പോകുന്നത്.
വാൽപ്പാറ, മലക്കപ്പാറ, വാൽപ്പാറ, പിന്നെ നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ നേരെ കൊല്ലംകോടിക്ക്. അത് ഭയങ്കര രസമായിരുന്നു. അതുപോലെ രാത്രിയാണ് ഞാൻ ആ ചുരമൊക്കെ ഇറങ്ങി വന്നത്. ഭയങ്കര കൊണ്ടുപോകാനുണ്ടല്ലോ, അത് രസമാണത്. രാത്രി പകലൊക്കെ കയറിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് രാത്രി മഴയുണ്ടായിരുന്നു, ഭയങ്കര മഴയുണ്ടായിരുന്നു. അതാ രസം. ആ മഴയത്താണ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ഓ, ആലോചിക്കണ്ട, അത്രയും ഭീകരമായിരുന്നു അത്. ചാലക്കുടി വഴി വന്ന് നമ്മുടെ ഇതിലൂടെ വാഴച്ചാൽ, അതിരപ്പള്ളി വാഴച്ചാൽ വഴി അതിൻ്റെ ഉള്ളിൽ കൂടെ കാട്ടിൽ കൂടെ കയറി മലക്കപ്പാറ, വാൽപ്പാറ ഒക്കെ കടന്നിങ്ങനെ വന്നതാണ്. 40 കിലോമീറ്റർ ഉണ്ടെന്ന്. വാനരന്മാർ, കുരങ്ങന്മാരിതാ അവിടെ നിർത്താൻ പാടില്ല. എത്തിക്കഴിഞ്ഞാൽ വീടിറങ്ങി ഇഷ്ടംപോലെ ഉണ്ട്. കുരങ്ങച്ചന്മാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ കൊടൈക്കനാലിൽ ആദ്യമായിട്ട് ഒരു മൃഗങ്ങളൊക്കെ ഉണ്ട്. പൂർവീകരായിരുന്നു മാത്രമല്ല, അവരെ അവർക്കൊന്നും കൊടുക്കരുതെന്നാണ്. ഫുഡിൻ്റെ കാര്യം കൊടുക്കരുത്. പ്രകൃതിപരമായിട്ട് അവർക്ക് തള്ളി കയറണ്ടായി. വീലിനട്ട് ഊരിക്കിടക്കണേ, അതിലോ വണ്ടി വീലിനട്ടൊക്കെ ഊരിക്കിടക്കുന്നുണ്ട് അവിടെ. ഓഹോ ഹോ, കാഴ്ച നമുക്ക് കാണാൻ വേണം കേട്ടോ. അതിമനോഹരമായ കാഴ്ച. ഓ, കാഴ്ച നോക്കുന്ന നമുക്ക് നേരം വഴി പോട്ടെ. ഇരുട്ടാവുന്നതിന് മുമ്പ് അവിടെ എത്തിയാൽ മതി. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. രണ്ട് ചേച്ചിമാർ പോയതുണ്ടാവും, എന്നെ പേടിപ്പിച്ചവർ. പെട്ടെന്ന് അവർ വരണവഴി അവർക്കൊക്കെ ഇവിടെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. എൻ്റെ ആ ചെറിയ വണ്ടി വന്നത് പോകണം. ഞാൻ പരമാവധി ഇങ്ങനെ പിടിച്ചിട്ടാണ് പോകണം. കാരണം അങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ എന്തോ ഒരുപോലെ തോന്നുന്നു. വണ്ടികളൊന്നും വളരെ കുറവാട്ടോ. അപ്പോൾ ബൈക്കുകൾ നേരത്തെ പോയിരുന്നു, അവരൊക്കെ ഇവിടെ ആണോന്ന് അറിയില്ലായിരുന്നു. പളനിയിൽ വെച്ചിട്ട് അല്ല, പൊള്ളാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ അവർ വഴിയൊക്കെ കാണിച്ചു. ഞാനൊരു സ്ഥലത്ത് നിന്നപ്പോൾ പിന്നെ അങ്ങനെ പൊള്ളാച്ചിയല്ല, പളനി വേറെ ഒന്ന് കണ്ടപ്പോൾ ഞാനങ്ങനെ പോയപ്പോൾ അവർ പോയി. 45 കിലോമീറ്റർ. ആ ബൈക്കേഴ്സ്, റൈഡേഴ്സ് ഉണ്ടല്ലോ. പിള്ളേരൊക്കെ ബൈക്കെടുത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു പോകാം എല്ലാവരും. കൊടൈക്കനാലൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണമല്ലോ. ഇറങ്ങിയതാ, കാലത്ത് ഇറങ്ങിയതാ. അല്ല, ഉച്ചയാകുമ്പോഴേക്കും എത്തണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേയൊക്കെ അവിടെ ഇവിടെ നിന്നിട്ടല്ല പോയത്. അത് കാരണേ പറ്റിയില്ല.
കാഴ്ച. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും പറയാം. സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ വർദ്ധിക്കാനൊന്നും അറിയില്ല. അത്രയും നല്ല കാഴ്ചകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. മനോഹരമായി അടിപൊളി സൂപ്പർ. ഡു നോട്ട് ഫീൽ മൃഗങ്ങൾക്ക് ഭക്ഷണമൊന്നും കൊടുക്കരുത്. അവിടെ നോക്കിയവനെ എന്താ അതേ നമ്മ വന്നത് വഴി. എന്തായാലും നമുക്ക് പോവാം. എനിക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഒരു ബേജാറ് പോലെ. അങ്ങടെ ലെഫ്റ്റ് സൈഡിലേക്ക് അവിടെയാണ് വലിയ പൊക്കയുള്ളത്. വലിയ ഇതിൻ്റെ മേലെ കയറിയിട്ട് താഴ്ചയ്ക്ക് നോക്കുമ്പോഴുള്ള അവസ്ഥയെ ഓക്കെ കാവിത്തടം ഇങ്ങനെ തരിക്കണ പോലെ തോന്നും. എന്താ മോനെ എനിക്ക് നോക്കിയാടാ ആൾക്കാർ നേരത്തെ പോയവരോടെ. ഞാൻ ഒറ്റയ്ക്കാണ് പോണേ. ഓ സൂപ്പർ കേട്ടോ. 40 കേട്ടോ. അതെന്തായാലും തമിഴിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിക്കൂടെ ഏട്ടന്മാരെ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ നിന്ന് കാണാൻ നേരമില്ല. ഞാൻ പോവാ. ഒരു വാട്ടർ ഇതിലോട്ട് പോകാൻ പറ്റും. പേടിയില്ലാത്ത പിള്ളേർ അടിപൊളി ചത്ത പിള്ളേരെ അടിപൊളിയായിട്ടാ. കേരളത്തിന് വേണ്ടിയുള്ള എത്ര ഉണ്ട് എനിക്കറിയില്ലത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അതാ നമ്മൾ കൊടൈക്കനാലിലെ മുഞ്ചിക്കൽ എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കുറച്ച് നീളം കൂടിയ വീഡിയോ ആയിരുന്നു. നമ്മൾ മല കയറുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ബോറടിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് കൊടൈക്കനാലിൻ്റെ കാഴ്ചകളുമായി കണ്ടുമുട്ടാം. അതുവരയ്ക്കും നന്ദി എല്ലാവർക്കും.
നന്ദി രേഖപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കണ്ട, ഷെയർ ചെയ്യണം, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വിട പറയുകയാണ്.